മകരവിളക്ക് ദർശിക്കാൻ പർണശാല തീർത്ത് കാത്തിരിക്കുകയാണ് അയ്യപ്പന്മാർ. 10,000-കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് മകരജ്യോതി ദർശിക്കാനായി പർണശാല തീർത്ത് കാത്തിരിക്കുന്നത്. സന്നിധാനത്ത് നിന്ന് വീണ്ടും അഖിൽ പാലോട്ടുമഠം തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. കാടും മേടും താണ്ടി കല്ലും മുള്ളും ചവിട്ടി കരിമലയും നീലിമലയും താണ്ടി 18 പടിയും ചവിട്ടി എത്തിയ അയ്യപ്പ ഭക്തർ ഭഗവാനെയും തൊഴുത് മകരവിളക്ക് ദർശനത്തിലേക്കായി പർണശാലകൾ ഒരുക്കി ഈ ശബരിമലത്തിന്റെ വിവിധ സന്നിധാനത്തിന്റെയും വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ ഭക്തജനങ്ങൾ അവരുടെ ആ ഭഗവാന്റെ അനുഗ്രഹം തേടി അവർ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവരികളിലും അതുപോലെ തന്നെ കിട്ടുന്ന സ്ഥലത്തെല്ലാം തന്നെ ഒന്ന് തലചാർച്ച് അവർക്ക് ഭഗവാനെ കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി അവർ ആ ഭഗവാന്റെ ആ ദിവ്യജ്യോതി കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെ ഈ ചുട്ടുപൊള്ളുന്ന വെയിലിനെയും കാലാവസ്ഥയും എല്ലാം ഭേദിച്ചുകൊണ്ട് അവർ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിവിധങ്ങളായ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ പർണശാലകൾ തീർത്തിരിക്കുന്നത്. അങ്ങനെ തീർത്തിരിക്കുന്ന പർണശാലയുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ പോലും നമുക്ക് മനസ്സിലാകുന്നുണ്ട് എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ പോലും ഭഗവാനോടുള്ള ഭക്തിയാണ്, എത്ര യാതനകൾ ഉണ്ട് എങ്കിൽ പോലും ഭഗവാനോടുള്ള സ്നേഹമാണ്, എത്ര കഷ്ടതകൾ ഉണ്ടെങ്കിൽ പോലും അത് ഭഗവാനോടുള്ള സ്നേഹമാണ് എന്നുള്ള ഒറ്റ ആ ശരണമന്ത്രങ്ങളോടുകൂടി ഭജനയോടുകൂടി ഈ പർണശാലയ്ക്കുള്ളിൽ ഓരോ അയ്യപ്പ ഭക്തനും ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മകരജ്യോതി കാണാനുള്ള തിക്കും തിരക്കുമാണ് ശബരിമല സന്നിധാനത്തുള്ളത്. ഓരോ അയ്യപ്പ ഭക്തരും ഇപ്പോൾ മുതൽ തന്നെ ഡോലക്കുകൾ കൊട്ടി ശരണമന്ത്രങ്ങൾ മുഴക്കി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയ ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്.